ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പഴം വേണം, അതുപോലെ നെയ്യ് വേണം, ഹണി വേണം, ശർക്കര വേണം, പിന്നെ തേങ്ങ ചിരകിയത്. ഓക്കെ, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ തേങ്ങ ചിരകിയത് തന്നെ എടുക്കണം കേട്ടോ, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പാൻ വെച്ചു കേട്ടോ. പാൻ വെച്ച് നല്ല രീതിയിൽ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മളെടുത്ത പഴം സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പഴുത്ത പഴം നോക്കി എടുക്കണേ, കാരണം അന്നാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ഒരു പഴമാണ്, അത് നന്നായിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങ ചിരകിയതും ശർക്കര ചിരണ്ടിയതും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെയും ഈ ഇതിൻ്റെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടാം, കാരണം ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പീസ് ശർക്കര എടുത്തത്. അപ്പോൾ 2 പഴം എടുക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ഡബിൾ ഇരട്ടി ആക്കാം എല്ലാം. ഓക്കെ, അപ്പോൾ പിന്നെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടാം കുറയ്ക്കാം എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും നല്ല രീതിയിൽ മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഇടേണ്ട ഒരു ഇതാണ് നമ്മുടെ ഏലക്കായ ഇടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഏലക്കായ ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഏലക്കായ ഒരെണ്ണം എടുത്തുള്ളൂ, അത് നല്ല രീതിയിൽ പൊടിച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ഫ്ലെയിം തീരെ കുറച്ച് ഇടണം കേട്ടോ. അപ്പോൾ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു സ്പൂൺ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുക. അതുപോലെ പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് അടുത്തത് വേണ്ടത് നമ്മുടെ ഐസ്ക്രീമാണേ. ഞാനിവിടെ എടുത്തത് വാനില ഐസ്ക്രീമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതെടുത്തോ. മെയിനായിട്ട് നല്ലത് വാനിലയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ഒരു സ്പൂൺ വാനില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹണിയാണേ. അപ്പോൾ ഒരു 1/2 സ്പൂണാട്ടോ ഞാൻ ഹണി ഒഴിച്ചോളൂ, കുറച്ചാണ് കേട്ടോ ഞാൻ ഒഴിച്ചോളൂ. അപ്പോൾ ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം, അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.